ആനന്ദിക്കാം, സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമ്മൾക്ക് ആനന്ദിക്കാം, സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആരാധിക്കാം, നമ്മൾക്ക് ആരാധിക്കാം, സദ്ഗുരുദേവനെ ആരാധിക്കാം. ആരാധിക്കാം, നമ്മൾക്ക് ആരാധിക്കാം, സദ്ഗുരുദേവനെ ആരാധിക്കാം. കർമ്മഫലമായി കലിയുഗത്തിൽ നമുക്ക് ആനന്ദിക്കാം. 3 യുഗത്തിലെ കർമ്മഫലമായി കലിയുഗത്തിൽ നമുക്ക് ആനന്ദിക്കാം. 3 യുഗത്തിലും അവതാരമായ മഹദ്ഗുരുദേവനെ ആരാധിക്കാം, മഹദ്ഗുരുദേവനെ ആരാധിക്കാം. ആനന്ദിക്കാം, നമ്മൾക്ക് ആനന്ദിക്കാം, സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമ്മൾക്ക് ആനന്ദിക്കാം, സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാമെന്നും ആരാധിക്കാം, ആത്മാവിൽ കണ്ടറിഞ്ഞ് ആരാധിക്കാം. ആനന്ദിക്കാമെന്നും ആരാധിക്കാം, ആത്മാവിൽ കണ്ടറിഞ്ഞ് ആരാധിക്കാം. കാണുന്നു ഞാൻ എൻ്റെ ഉള്ളകത്തിൽ പരമാനന്ദം നൽകുന്ന സദ്ഗുരുവേ. കാണുന്നു ഞാൻ എൻ്റെ ഉള്ളകത്തിൽ പരമാനന്ദം നൽകുന്ന സദ്ഗുരുവേ. വേദത്തിൻ കാതലെ കാണുന്നു ഞാൻ, എൻ്റെ കായാമ്പുമേനിയെ കാണുന്നു ഞാൻ, കായാമ്പുമേനിയെ കാണുന്നു ഞാൻ. ആനന്ദിക്കാം, നമ്മൾക്ക് ആനന്ദിക്കാം, സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആനന്ദിക്കാം, നമ്മൾക്ക് ആനന്ദിക്കാം, സദ്ഗുരുനാമത്തിൽ ആനന്ദിക്കാം. ആരാധിക്കാം, നമ്മൾക്ക് ആരാധിക്കാം, സദ്ഗുരുദേവനെ ആരാധിക്കാം. ആരാധിക്കാം, നമ്മൾക്ക് ആരാധിക്കാം, സദ്ഗുരുദേവനെ ആരാധിക്കാം. ചങ്കിലുദിച്ചു പ്രകാശിക്കും രൂപമേ, ചങ്കിലുദിച്ചു ചങ്കിലുദിച്ചു പ്രകാശിക്കും രൂപമേ. നാമസങ്കീർത്തനമായിട്ടുദിച്ചോനെ, ചങ്കിലുദിച്ചു പ്രകാശിക്കും രൂപമേ. രൂപം ഈ ലോകത്തിൽ തിരുവവതാരമായി വന്ന് തൻ്റെ മനമനോഹര രൂപത്തെ ആത്മാവിൽ സ്ഥാപിക്കുവാൻ, ഉറപ്പിക്കുവാൻ, ആത്മരൂപാന്തരം വരുത്തുവാൻ അവതാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ അസുലഭ സന്ദർഭത്തിൽ ഈ പാതാരബന്ധങ്ങളിൽ എത്തുവാൻ, തിരുനാമങ്ങൾ സ്തുതിക്കുവാൻ, തിരുനിയമങ്ങൾ പാലിക്കുവാൻ അവസരവും ഭാഗ്യവും ലഭിച്ച എൻ്റെ അരുമ സന്താനങ്ങളെ, വീണ്ടും ഒരു ഞായറാഴ്ച ദിനത്തിലേക്ക് ഭഗവാൻ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം അറിഞ്ഞും അറിയാതെയും മനസ്സാ വാചാ കർമ്മണ വന്നുപോയ സകല കുറവുകളും
പരിഹരിച്ച് ജ്ഞാനാഭിഷേകം ചെയ്ത് ആത്മശുദ്ധീകരണം നടത്തി ആത്മാവിനെ വീണ്ടും പുത്തനുണർവിലേക്ക് ഉണർത്തി പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ദൈവമിതാ എഴുന്നള്ളി നിലകൊള്ളുന്നു. നിങ്ങളുടെ ഉള്ളിലേക്ക് ആ മഹാചൈതന്യം, ജ്ഞാനവിജ്ഞാനങ്ങൾ ഒഴുകി പടർന്ന് ശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് സർവശക്തി പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. ആത്മബോധോദയ സംഘത്തിലെ എല്ലാ നിയമങ്ങളുടെയും പ്രത്യേകത അതുതന്നെയാണ്. ഇപ്പോൾ നമ്മൾ താരാസ്തിയുടെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയാണ്. ഇന്ന് ഞായറാഴ്ച ആരാധനയുടെ സമയമാണ്. ഇതുപോലെ അനേകം നിയമങ്ങൾ ആത്മലോക രക്ഷാർത്ഥം ഈ പ്രപഞ്ചത്തിലേക്ക് അവതരിപ്പിച്ചു തന്നത് സർവശക്തി തന്നെയാണ്. ആത്മബോധോദയ സംഘത്തെ സ്ഥാപിച്ചതും അതിനെ പുലർത്തുന്നതും ലോകാന്ത്യം വരെ ആ സർവശക്തി തന്നെയാണ്. അതാണ് ആത്മബോധോദയ സംഘത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. ദൈവം എഴുന്നള്ളി നിന്നുകൊണ്ട് ഇതുപോലെ നടത്തുന്ന ഒരു സംഘടന ലോകത്തിൽ വേറെ എങ്ങുമില്ല. അങ്ങനെയെങ്കിൽ ആ ആദർശത്തിലേക്ക്, ആ സംഘത്തിലേക്ക് ചേർന്ന് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച നിങ്ങളുടെ ഭാഗ്യത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. എത്ര മഹത്തായ ഭാഗ്യത്തിലാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. എത്ര മഹത്തായ ഭാഗ്യമാണ് ദൈവം നമുക്ക് അനുവദിച്ചു ദാനം ചെയ്തിരിക്കുന്നത്. കലിയുഗ അവതാരം എത്രയാനന്ദം, കലിയുഗ അവതാരം എത്രയാനന്ദം, കലിയുഗ അവതാരം എത്രയാനന്ദം, കലിയുഗ അവതാരം എത്രയാനന്ദം. സർവശക്തി എഴുന്നള്ളി നിന്നുകൊണ്ട് തന്റെ തിരുനാൾ കൊണ്ട് നമുക്ക് ഉപദേശിച്ചു തന്ന കീർത്തനത്തിന്റെ വരികളാണ് കലിയുഗ അവതാരം എത്രയാനന്ദം. ആ ആനന്ദം അനുഭവിക്കുന്നവർക്ക് ആ അക്ഷരങ്ങളുടെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ, ആ കീർത്തനങ്ങളുടെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ, അതിന്റെ അനുഭവത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എങ്ങനെയുള്ളവർക്കാണത്? ആരാധനയുന്നവർക്ക് ആനന്ദം തന്നെ. കലിയുഗാവതാരത്തിന്റെ ആനന്ദാവസ്ഥ മനസ്സിലാകും. അപ്പോൾ ആ ഭാഗ്യാവസ്ഥയും മനസ്സിലാകും. ആനന്ദം ആത്മാവിന് അനുഭവമാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, ഒരു ആത്മാവിന് മാത്രമേ, അത് സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, കുഞ്ഞാകട്ടെ, വാർദ്ധക്യത്തിൽ എത്തിയവരാകട്ടെ, ഏതു പ്രകാരത്തിലുള്ളവരായാലും ആ ആനന്ദത്തെ ആത്മാവിന് അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് എൻ്റെ ഗുരുനാഥൻ ലോകത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഈ മഹനീയ ആദർശം എൻ്റെ രക്ഷയ്ക്കുള്ളതാണ്, എൻ്റെ ഭാഗ്യത്തിനുള്ളതാണ് എന്ന സത്യം ആത്മാവിൽ ബോധ്യപ്പെടുന്നത്. അപ്പോഴാണ് അതിൻ്റെ വൈവിധ്യമാർന്ന മഹിമാവിശേഷങ്ങളെ ആത്മാവ് അറിയുന്നത്. അങ്ങനെ അറിയുവാൻ, അങ്ങനെ അനുഭവിക്കുവാൻ വിവിധ അനുഭവങ്ങളായി, വിവിധ വർണ്ണങ്ങളായി, വിവിധ കലകളായി ലോകത്തിൽ കളിയാടുന്ന ജഗദീശ്വരനാണ് ഒരു മർത്യ ശരീരത്തെ വാഹനമായി സ്വീകരിച്ച് ശുഭാനന്ദ നാമത്തിൽ അവതാരമായി നിന്നുകൊണ്ട് ഈ അവതാര രഹസ്യങ്ങൾ ആത്മാവിലേക്ക് പകർന്ന അവതാര മഹത്വത്തെ ആത്മാവിൽ പ്രകാശിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞറിഞ്ഞാരാധിപ്പാൻ കഴിവുണ്ടെങ്കിൽ
അറിവുകൾ ആത്മാക്കൾ ഗ്രഹിച്ച് അതിനെ അറിഞ്ഞ് ആരാധിക്കണം. അപ്പോഴാണ് അവതാരത്തെ ആത്മാവിൽ കാണാൻ കഴിയുന്നത്. അവതാരത്തെ അന്യമായി കാണുകയല്ല, മറ്റൊരു വ്യക്തിയായി കാണുകയല്ല, മറ്റൊരു വസ്തുവായി കാണുകയല്ല, ഒരു പ്രകാശമായി കാണുകയല്ല, സ്വന്തം രൂപമായി ആത്മാവിൻ്റെ രൂപം, ഈശ്വരന്റെ രൂപമായി, ഈശ്വരന്റെ രൂപത്തെ ആത്മാവായി കാണുക. ഈശ്വരന്റെ വാഹനം ആത്മാവെന്നറിയുക. ഈശ്വരന്റെ രൂപത്തെ ആത്മാവായി കാണുക. ഈശ്വരന്റെ രൂപത്തെ ആത്മാവായി കാണുക. ഈശ്വരന്റെ വാഹനം
സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകവശാൽ പലതും കാണും, പലതും കേൾക്കും, പല സംഘടനകൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് കാണും. ഇതെല്ലാം കണ്ടിട്ട് ആത്മബോധോദയ സംഘം ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ ഇത്രയും വലിയ ആശ്രമമായിട്ട് എത്ര സ്കൂൾ നിങ്ങൾക്കുണ്ട്, ആവട്ടെ നിങ്ങൾക്ക് എത്ര കോളേജുണ്ട്, അല്ലെങ്കിൽ എത്ര സ്ഥാപനമുണ്ട്, എത്ര ആശുപത്രിയുണ്ട്, ഇങ്ങനെയൊക്കെ കണക്കെടുക്കാൻ നോക്കിയാൽ അത് ആർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ്. 4 കാശ് കയ്യിലുണ്ടെങ്കിൽ ലോകവശാൽ എന്തും സാധിക്കാം. എത്ര സ്കൂൾ വേണമെങ്കിലും നടത്താം, എത്ര ആശുപത്രി വേണമെങ്കിലും നടത്താം. ഇന്ന് ആശുപത്രിക്ക് കുറവൊന്നുമില്ലല്ലോ. കേരളത്തിലുള്ള അത്രയും ആശുപത്രികൾ ലോകത്തിൽ എങ്ങുമില്ല. കാരണം എന്താണ്? കയ്യിൽ കാശുള്ളവർ ഒത്തുചേർന്ന് ആശുപത്രികൾ അങ്ങോട്ട് തുടങ്ങിയ നല്ല ലാഭം കൊയ്യാം. ഇത്രയും ലാഭമുള്ള ഒരു ബിസിനസ് വേറെയില്ല. മനുഷ്യനെ ഭയപ്പെടുത്തി അവനെ രോഗിയാക്കി അവനെ ചികിത്സിച്ച് ആ പൈസ അവരുടെ സ്വന്തം കീശയിലേക്ക് എത്തിക്കുന്ന ഉന്നതമായ ഒരു ബിസിനസ്സാണ് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡ്. നല്ല ബിസിനസ്സാണ്. അത് അവർ നടത്തട്ടെ, ബാഹ്യലോകം നടത്തട്ടെ, ആർക്കും അത് നടത്താമല്ലോ. പക്ഷേ ഇപ്രകാരം ആത്മാവിൻ്റെ കേടുപാടുകളെ പരിഹരിച്ച് ആത്മാവിലേക്ക് ഈശ്വര രൂപത്തെ തെളിയിച്ചവനെ ആനന്ദിപ്പിക്കുവാൻ കഴിവുള്ള ഒറ്റയാളേ ഉള്ളൂ, ഒറ്റ ആദർശമേ ഉള്ളൂ. അതാണ് ലോകത്തിൽ ശുഭാനന്ദ ദിവ്യരൂപം എഴുന്നള്ളി നിന്നുകൊണ്ട് സ്ഥാപിച്ച് മാറി മാറി തിരുവുടലുകളിൽ കൂടിയിരുന്നു കൊണ്ട് നടത്തുന്നത്, പുലർത്തുന്നത്. ശുഭാനന്ദ ഗുരുദേവൻ സത്യധർമ്മം പുലർത്തുവാൻ, ശുഭാനന്ദ ഗുരുദേവൻ സത്യധർമ്മം പുലർത്തുവാൻ, മാറി മാറി ദേഹങ്ങളിൽ ഉദിച്ചു വന്നോ
മനുഷ്യരെ ഈശ്വരൻ ഉയർത്തിയിടുന്നു എന്നും മനുഷ്യരെ ഈശ്വരൻ ഉയർത്തിയിടുന്നു. അവതാര കാലമീതു ഭാഗ്യകാലം തന്നെയല്ലോ. പ്രത്യക്ഷമായി നിന്ന് നടത്തുന്ന ഈ ആത്മബോധോദയ സംഘം എന്നും മർത്യജന്മങ്ങൾക്ക് ഭാഗ്യം ദാനം ചെയ്യാനാണ്, രക്ഷദാനം ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു നിലവിളക്ക് സമർപ്പിച്ചു. വളരെ വർഷങ്ങളായി ഈ സന്നിധാനത്തിലെത്തി ആദർശ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു അരിമ സന്താനം, ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥനായിരുന്നു നമ്മുടെ പങ്കജാക്ഷൻ ഭക്തൻ. അദ്ദേഹം ദേഹം വിട്ട് കടന്നുപോയി. ഇന്ന് 41-ാം ദിനമാണ്. നേർച്ച സ്വീകരിച്ച് ആ നിലവിളക്കാണ് ഇരിക്കുന്നത്. ജഗദീശ്വരൻ ആ ആത്മാവിനെ നിത്യതയിലേക്ക് ലയിപ്പിക്കുമാറാകട്ടെ. ശേഷിച്ച് ജീവിതം ചെയ്യുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് ഭർത്താവിനോടൊപ്പം അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതും എല്ലാവരും ആദർശത്തിൽ അടിയുറച്ച് എന്നും അരിമ സന്താനങ്ങളായി, ഭഗവാന്റെ ഓമന സന്താനങ്ങളായി, വാത്സല്യ സന്താനങ്ങളായി ജീവിക്കുവാൻ സർവശക്തി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും നമ്മൾ അറിയേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യമാണ്, ഒരു നിലവിളക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ ആത്മാവിനെ എവിടേക്കാണ്, ആരാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം. എത്രയോ കർമ്മങ്ങൾ, ഇന്ന് കർക്കിടകത്തിൽ വാവുബലി നടക്കുന്ന ദിവസമാണ്. എത്രയോ ആയിരങ്ങളാണ് പുണ്യതീർത്ഥങ്ങൾ അന്വേഷിച്ച് ബലിയിടാൻ വേണ്ടി പോകുന്നത്. അതെല്ലാം ചെയ്തിട്ടും പിതൃക്കളുടെ ഉപദ്രവം കാരണം എത്രയോ പേര് ഇവിടെ വന്ന് ആശ്രയിച്ച് പലവിധത്തിലുള്ള നേർച്ചകൾ ഇതുപോലെ സമർപ്പിച്ച് രക്ഷ പ്രാപിക്കുന്നു. ആ കർമ്മങ്ങൾക്ക് പോരായ്മയുണ്ടെന്നോ അല്ലെങ്കിൽ അത് തെറ്റാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കലിയുഗത്തിലെ നിയമം അത് സമ്പൂർണമായി നടപ്പാക്കുവാൻ കലിയുഗ പുരുഷോത്തമനാകുന്ന ദൈവത്തിന് മാത്രമേ കഴിയൂ. ആ തൃക്കരങ്ങളിലേക്ക് ഒരു നേർച്ച, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഇന്നത്തെ ദിവസം 5 or 6 ആത്മശാന്തിക്കുള്ള നിലവിളക്കുകൾ ഞാൻ സ്വീകരിച്ചു. അത് ജഗദീശ്വരന്റെ ഹൃദയത്തിലേക്കാണ് ആത്മാവിനെ സ്വീകരിക്കുന്നത്. പിന്നീട് ഒരിക്കലും ആ കുടുംബാംഗങ്ങൾക്കോ പരിസരവാസികൾക്കോ പ്രദേശവാസികൾക്കോ ഒന്നും ആ ആത്മാവിനെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല, ഉണ്ടായ ചരിത്രവുമില്ല. കാരണം ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്കാണ് അത് ഏൽപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിക്കുമ്പോൾ എത്ര മഹത്തായ ആദർശമാണ്, എത്ര മഹത്തായ അവതാരവാഴ്ചയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും കൃത്യനിഷ്ഠയോടും സത്യസന്ധതയോടും നിയമപാലനത്തോടും കൂടി ലോകത്ത് ജീവിക്കുക. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണ നിറഞ്ഞ കണ്ണാ, കരുണ ചൊരിയണമേ, കരുണ നിറഞ്ഞ കണ്ണാ, കരുണ ചൊരിയണമേ, അഗതികൾക്കകതായി കളിയാടിടണേ.
ദൈവമാണ് ശുഭാനന്ദ നാമത്തിൽ ലോകത്തിൽ വാഴുന്നത്. അവതാരമായി വന്നു നിന്നുകൊണ്ട് ആ മഹാകാരുണ്യമാണ് ലോകത്തിലേക്ക് പകർത്തുന്നത്. മഹാകാരുണ്യം എന്ന് പറയുമ്പോൾ അത് പകർത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അതിന്റെ മഹത്വം അറിയുന്നില്ല. കാരണം മായാലോകത്തിൽ മായാ ശരീരത്തിലാണ് മർത്യജന്മം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മായാമറയാൽ മഹത്വങ്ങളെ മറച്ചു കളയുന്നു. അതുകൊണ്ട് തന്നെ മഹത്പുരുഷനാകുന്ന ഈശ്വരാവതാരം അറിയിച്ച് ആത്മാവിലേക്ക് അവതരിപ്പിക്കുന്ന ഇപ്രകാരമുള്ള മഹത്വങ്ങൾ പോലും മഹത്വങ്ങൾ പോലും ആത്മാവ് അറിയാതെ പോകുന്നു. എന്താണ് അനുഭവിക്കുന്നതെന്നും ഏതു പ്രകാരത്തിലാണ് കരുതപ്പെടുന്നതെന്നും ആത്മാവ് പൂർണ്ണമായി അറിയുന്നില്ല. എന്തുകൊണ്ട്? മായാമറയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ മായാമറ മാറ്റുവാനുള്ള മരുന്നാണ് സർവജ്ഞാനമാകുന്ന നിഷ്കളങ്കജ്ഞാനം. ആ ജ്ഞാനത്താലേ ഈ മറ മാറുകയുള്ളൂ. ഈ മറ മാറിക്കിട്ടിയാൽ ഈശ്വര രൂപം ആത്മാവിന്റെ രൂപമായി കാണുകയാണ്. അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഈ പ്രകൃതി ലോകത്തെ ഉളവാക്കിയത് എന്റെ ഗുരുവാണല്ലോ. ഇതിൽ വേണ്ടുന്നതെല്ലാം എനിക്ക് വേണ്ടി നിർമ്മിച്ചു നിലനിർത്തിയിരിക്കുന്നത് എന്റെ ഗുരുവാണല്ലോ. ഓരോന്നോരോന്ന് അതാത് അവസരങ്ങളിൽ എന്റെ മുൻപിലേക്ക് എത്തിച്ചെനിക്ക് ദാനം ചെയ്യുന്നത് എന്റെ ഗുരുവാണല്ലോ. ഞാൻ ശ്വസിക്കുന്ന വായു എന്റെ ഗുരുവിന്റെ വകയാണല്ലോ. ഞാൻ കുടിക്കുന്ന വെള്ളം എന്റെ ഗുരുവിന്റെ വകയാണല്ലോ. ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്റെ ഗുരുവിന്റെ വകയാണല്ലോ. എന്റേതായി കരുതുന്ന ദേഹം പോലും എന്റെ ഗുരുവിന്റെ വകയാണല്ലോ. അങ്ങനെ ആ അതാതിൻ്റെതായ വഴിയനുസരിച്ച് തിരിച്ചറിയുവാനുള്ള ഒരു ബോധം മായാമറ മാറുമ്പോഴാണ് മർത്യജന്മങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോഴാണ് പാടുന്നത് ഞാനായിട്ടൊന്നുമില്ലേ എനിക്കായിട്ടൊന്നുമില്ലേ സത്യമാണല്ലോ ഇവിടെ പറയുന്നത്. ആ സത്യം ബോധ്യപ്പെട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക്, ആത്മബോധോദയ സംഘാംഗങ്ങളായ നിങ്ങൾക്ക് ഈ പറയുന്നതും ഈ പാടുന്നതും സത്യമാണ് എന്ന് പരിപൂർണ ബോധ്യമുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കണ്ട, കൈ അടിച്ചു കേട്ട
എനിക്ക് ചോറ് കിട്ടിയില്ല, എനിക്ക് ചോറ് കിട്ടി, ആ ചോറ് എനിക്ക് തരുമോ? ആ ചോറ് എനിക്ക് തരുമോ? ഒരാൾ ഭക്ഷണം കഴിക്കാൻ വാങ്ങിച്ചോണ്ട് വരികയാണ്. ഭക്ഷണം കഴിക്കാൻ വാങ്ങിച്ചോണ്ട് അപ്പോൾ വരിക. ഇദ്ദേഹം 2 ദിവസമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലായിരുന്നു. 2 ദിവസമായിട്ട് ബുദ്ധിമുട്ടായി. പെട്ടെന്നാണ് ആശ്രമത്തിലോട്ട് വന്നത്. എന്താണ് ആശ്രമം? അപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുന്നു. ഒരാൾ ഭക്ഷണം കഴിക്കാൻ അത് കൊണ്ടുവന്നു. ലാസ്റ്റ് ഭാഗമാണ്, പിന്നെ അവിടെ ചോറില്ല. പിന്നീട് ചോറില്ല. അപ്പോൾ ഇദ്ദേഹം താമസിച്ചാ വന്നത്. താമസിച്ചാണ്. ഞാൻ വിശന്ന് വരികയാണ്, എനിക്ക് ഭക്ഷണം തരുമോ? ഞാൻ വളരെ വിശപ്പ് വരികയാണ്. അവിടെ കാണും, അവിടെ കാണും, പോയി മേടിച്ചു കഴിച്ചോ. അവിടെ കാണാൻ പോയി മേടിച്ച് കഴിച്ചു. അവിടെ എന്നാ മതി. അവിടെ ചെന്നാൽ മതി. അയ്യോ, അവിടെ പോയി തിരക്കി, അവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെ പോയി തിരക്കി അവിടെ ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, വാങ്ങിച്ചോണ്ട് വന്ന ചോറ് എന്റെ വകയാണ്. അത് നിനക്ക് തരാനുള്ളതല്ല, അത് എനിക്ക് കഴിക്കാനുള്ളതാണ്. എന്റെ ഭഗവാൻ എനിക്ക് തന്നതല്ലോ, എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്നതാണ്. അത് മറ്റൊരാളിന് കൊടുക്കുന്നത് തെറ്റാ. പാടുന്നതോ ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ. അത് ആത്മബോധമല്ല. ഓരോ കുറവുകൾ കണ്ടറിഞ്ഞ് പരിഹരിക്കുവാനുള്ള പ്രാപ്തി ഒരു ആത്മാവിനുണ്ടാകണം. ദീനാനുകമ്പ ഉണ്ടാകണം, ദയാദൃഷ്ടി ഉണ്ടാകണം, കാരുണ്യ തികവുണ്ടാകണം. അതാണ് ഗുരുനാഥൻ പഠിപ്പിക്കുന്നത്. അവരാണ് പാടുന്നത് ഭഗവാൻ അല്ലാതെ ഒന്നും എനിക്കായി കാണുന്നില്ലേ. മുൻപ് പറഞ്ഞ ഒരു കഥയാണ്, ഒന്നുകൂടി പറയാം. ഒരിക്കൽ ഒരാളിനൊരു നിർബന്ധ നിഷ്ഠയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ചോറ് കൊടുക്കാതെ അദ്ദേഹം ചോറുണ്ണുകയില്ല. അത് വളരെ നിർബന്ധമാണ്. ആ നാട്ടിലൊക്കെ അറിയാം. ആരെങ്കിലും ഒക്കെ ദിവസവും ചെല്ലും ഉണ്ണാൻ. ചിലപ്പോൾ 2 പേര് കാണും, ചിലപ്പോൾ 3 പേര് കാണും, ചിലപ്പോൾ 10 പേര് കാണും. അവർക്കെല്ലാം ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ട് ഇദ്ദേഹം ആഹാരം കഴിക്കൂ. ഇദ്ദേഹത്തിന്റെ നിർബന്ധ നിഷ്ഠയാണ്. ഒരു ദിവസം ആഹാരം കഴിക്കാൻ ആരും വന്നില്ല. അദ്ദേഹത്തിന് വിശപ്പ് കലശലാണ്. ഇങ്ങനെ നോക്കിയിരിക്കാൻ ആരും വരുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ആ ജംഗ്ഷനിലോട്ട് ഇറങ്ങി. ആരെങ്കിലും ഒരാളിനെ കിട്ടിയാൽ കൊണ്ടുവന്നൊരു നേരത്തെ ചോറ് കൊടുത്തിട്ട് ആഹാരം കഴിക്കാം. കുറച്ചു നേരം നോക്കി ഇങ്ങനെ നിന്നപ്പോ ഒരാളിങ്ങനെ വരുന്നുണ്ട്. ആട്ടെ, കുഞ്ഞിന്ന് ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. എന്നാ വന്നാട്ട് ഞാൻ ഭക്ഷണം തരാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്കൊരു നിർബന്ധമുണ്ട്, ഒരാളിന് കൊടുത്തിട്ടേ കഴിക്കാവൂ എന്ന്. അതുകൊണ്ടൊന്ന് വന്നാട്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കൂടെ ചെന്നു. അപ്പോൾ കാല് കഴിച്ചു. അതിന്റെ ആചാര ഉപചാരങ്ങളെല്ലാം ചെയ്ത് ഇരുത്തി ഇലയിട്ട് ചോറ് വിളമ്പി, ആ കറികളെല്ലാം വിളമ്പി. ഇദ്ദേഹം ഒരറ്റത്തൊന്നും കഴിക്കാൻ തുടങ്ങി. ഈ കൊടുത്ത ആള് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തന്നത് ഈശ്വരനല്ലേ, ആ ഈശ്വരനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കുക, അതല്ലേ അതിന്റെ ശരി, അതല്ലേ അതിന്റെ ശരി. എനിക്കങ്ങനെ ഈശ്വരനെ ഒന്നും അറിയത്തില്ല. ഈ ചോറുണ്ണാൻ ചെന്ന ആൾ പറയുകയാണ്, എനിക്ക് ആ ഈശ്വരനെ ഒന്നും വിശ്വാസമില്ല. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ എവിടുന്നേലും ഒക്കെ സംഘടിപ്പിക്കും. എനിക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് വളരെ ക്രോധത്തോടു കൂടിയുള്ള മറുപടി. ഈ ആഹാരം കൊടുക്കാൻ വിളിച്ചുകൊണ്ട് പോയ ആളിന് വളരെ വിഷമമുണ്ടായി. അദ്ദേഹം കോപിച്ച് സംസാരിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, വഴിയെ പോയ നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് ചോറ് തരാൻ ഇടയാക്കിയത് ഈശ്വരനല്ലേ? ഇത്രയും വിഭവസമൃദ്ധമായ ഒരു സദ്യ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്നത് ഈശ്വരനല്ലേ? എന്നിട്ട് നിങ്ങൾ അതിനെ നിഷേധിക്കുന്നത് ശരിയാണോ? ആ ഈശ്വരനെ നിങ്ങൾ നിഷേധിക്കുന്നത് ശരിയാണോ? ഇയാളുടെ ചോറും കറിയൊന്നും എനിക്ക് വേണ്ടതാണ് ഇരിക്കുന്നത്. അദ്ദേഹം വേണ്ടിയിട്ടാണ് കഴിച്ചില്ല. ആദ്യം കഴിച്ച 2 ഉരുളേ ഉള്ളൂ, പിന്നെ കഴിച്ചില്ല. ആ കറി ചെന്ന് എഴുന്നേറ്റ് പോയി. രാത്രിയിൽ ഈ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോ ആര് ആഹാരം കൊടുക്കാൻ വിളിച്ചോണ്ട് പോയ മനുഷ്യൻ
കൊടുക്കാൻ വെച്ചുകൊണ്ട് പോയ ആളുകൾ തുടങ്ങുമ്പോഴും സാക്ഷാൽ ഈശ്വരൻ തന്നെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്ക് ചെല്ലുകയാണ്. ഈശ്വരൻ തന്നെ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്ക് ചെല്ലുകയാണ്. എടാ, നീ ഇന്ന് വിളിച്ചോണ്ട് വന്ന ആൾ എത്രയോ വർഷമായി ഈ ലോകത്തിൽ ജീവിക്കുന്നു. അവന് വേണ്ടുന്നതെല്ലാം ദിവസവും ഞാനാണ് കൊടുക്കുന്നത്. നീയും അവനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. പക്ഷെ അവൻ ഒരു നിമിഷം പോലും എന്നെ ഓർക്കാറില്ല. എന്നെ കുറിച്ച് ഒരു ചിന്തയും അവനില്ല. പക്ഷെ അവന് വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇത്രയും നിർബന്ധ നിഷ്ഠയുള്ള നിനക്ക് ഒരു നേരത്തെ ആഹാരം അവന് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്ത വന്നു. ഈശ്വരനാമം സ്തുതിച്ചാൽ, ഈശ്വരനെ സ്തുതിച്ചില്ലെങ്കിലും, ഈശ്വരനെ ദുഷിച്ചാൽ പോലും ഈ പ്രകൃതിയിലെല്ലാം ഈശ്വരൻ കാരുണ്യത്തോടുകൂടി നിറച്ച് ഓരോരുത്തർക്കായി കരുതി വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ വിളിക്കുന്നത് കരുണാസാഗരനല്ലോ നീ. ആ കാരുണ്യത്തിന്റെ അളവും അതിർത്തിയുമില്ല. ആദ്യന്ത വിഹീനനായ ദൈവത്തിന്റെ കാരുണ്യവും ആദ്യന്ത വിഹീനം തന്നെയാണ്. ആ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവർ, ആ ദൈവ നിയമം പാലിച്ചു ജീവിക്കുന്നവർ നിശ്ചയമായും ഹൃദയത്തിൽ ഉറപ്പിക്കണം, ഭഗവാൻ അല്ലാതെ ഒന്നും ദൈവം അപ്രകാരമാണ്. അവനെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ കീർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും കരുതുന്നു, എല്ലാം ചിന്തിക്കുന്നു എന്നൊന്നും നോക്കിയല്ല, എല്ലാവരെയും ഒന്നുപോലെ സംരക്ഷിക്കുന്ന ആളിന്റെ പേരാണ് ദൈവം. ദൈവമേ ദിവ്യ മനോഹര രൂപമേ, ദൈവമേ ദിവ്യ മനോഹര രൂപമേ, മാനസത്തിൽ വിളയാടുന്ന രൂപമേ, അപ്രകാരം മഹാകാരുണ്യത്തോടുകൂടി തന്റെ സ്വന്തം മക്കളെ ആ സ്വന്തരൂപമാക്കി തീർക്കുവാൻ ആജ്ഞാനങ്ങളെ കലവറയില്ലാതെ പ്രദാനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ വന്ന് ത്യാഗം സഹിച്ച് സർവശക്തി വാഴുമ്പോൾ എന്താണ് തന്റെ മക്കൾ ചെയ്യേണ്ടത്? ആ തിരുഹൃദയത്തിന്റെ വിലയറിഞ്ഞ്, ആ തിരുഹൃദയത്തിന്റെ നിലയറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. മനസാ വാചാ കർമ്മണ സത്യം പ്രകാശിക്കേണം. മനസാ വാചാ കർമ്മണ സത്യം പ്രകാശിക്കേണം. സദ്ഗുരു
വഴിയുമില്ല. ഈശ്വരനെ സ്വാധീനമാക്കാൻ സത്യമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ആത്മാവിൽ മനസ്സാ വാചാ കർമ്മണ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഈ സത്യം തന്നെ പ്രകാശിച്ച് അങ്ങനെ പ്രോജ്വലിക്കുമ്പോൾ ഈശ്വര ചൈതന്യം അകമേ തിളങ്ങുന്നത് ആത്മാവിന് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഈ മായാമറയെല്ലാം മാറും. അപ്പോഴാണ് കാരുണ്യത്തിന്റെ ആ അളവുകൾ ഓരോന്നോരോന്നായി അറിയാൻ തുടങ്ങും. ഓ, ലോകത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം കാരുണ്യമാണല്ലോ. കോടാനുകോടി ജന്മമെടുത്ത എനിക്ക് ഇപ്രകാരം ഒരു മർത്യവേഷം ദാനം ചെയ്ത് സദ്ഗുരുനാഥൻ സമ്പൂർണാവതാരമായി വന്ന ഈ കാലത്ത് തൃപ്പാദത്തിൽ എത്തുവാൻ തക്ക വിധത്തിൽ മഹനീയ ഭാഗ്യം തന്നല്ലോ. ആ കാരുണ്യത്തിൽ വളരുവാൻ അനുവദിച്ചല്ലോ. ആ തിരുമുഖം കാണുവാൻ അനുവദിച്ചല്ലോ. തേനോലും തേൻമൊഴി കേൾക്കാൻ അനുവദിച്ചല്ലോ. ആനന്ദ കർമ്മങ്ങളിൽ ഭാഗവാക്കാകാൻ അനുവദിച്ചല്ലോ. ഓ ഭാഗ്യമിതു ഭാഗ്യമഹാ ഈശ്വരൻ അനുവദിച്ചു തന്നതാണ്. മഹാകാരുണ്യമാണ്. ഇതെല്ലാം അറിഞ്ഞാലും ഇതെല്ലാം അനുഭവിച്ചാലും ഈ കൂടെ നിൽക്കുന്ന മായ പലപ്പോഴും മനുഷ്യനെ തെറ്റിച്ചു കളയും. അതിന്റെ പലവിധത്തിലുള്ള പോരായ്മകളും അതിന്റെ ചലനങ്ങളും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കും. കാരണം ശരീരത്തിന്റെ പ്രത്യേകമായ ഒരു വ്യവസ്ഥയാണ് മനസ്സ്. അത് ഭൗതികമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ കാര്യങ്ങളിലേക്ക് മനസ്സ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സൂക്ഷ്മമായ ഒരു അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക ശക്തി ആയതുകൊണ്ട് പലപ്പോഴും പലരും വിചാരിക്കുന്നത് ആത്മീയമാണെന്നാണ്. ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ മനസ്സാണ്. എന്നാൽ അതിനെ ബന്ധിപ്പിക്കുന്നത് മനസ്സ് തന്നെ. ശരീരകർമ്മവും ആത്മാവിന്റെ കർമ്മവും ഒന്നായി വന്നാൽ ഈ മനസ്സിന്റെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുകയില്ല. ഒരിക്കലും പിന്നെ പ്രവർത്തിക്കുകയില്ല. കാരണം എന്താണ്? ആത്മാവിന്റെ ഇച്ഛ പരിപൂർണമായും ഈ ശരീരത്തിൽ കൂടി നടപ്പായിക്കൊള്ളും. അതിനെന്ത് വേണം? ആത്മാവ് അറിവിനാൽ ഉയർന്ന് യഥാർത്ഥമായ ആത്മാവായിത്തീരണം. യഥാർത്ഥമായ ആത്മാവായിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ചലനങ്ങളൊന്നും പിന്നെ ആത്മാവിനെ മറയ്ക്കുകയില്ല. ഒരു കാരണവശാലും മറക്കുകയില്ല. ഒരു കാര്യങ്ങളും പിന്നെ ബന്ധിക്കുകയില്ല. ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഈ ശരീരത്തിലാണ് ജീവിക്കുന്നത്. പല പോരായ്മകളും പണ്ട് ചെയ്തിട്ടുണ്ട്, പല പോരായ്മകളും ചിന്തിച്ചിട്ടുണ്ട്, പല പോരായ്മകളിൽ പോയി ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഗുരുവിന്റെ അറിവിന്റെ ഹൃദയത്തിൽ അധിവസിച്ചു തുടങ്ങിയപ്പോൾ ഹൃദയം ശുദ്ധമായി ചിന്തിക്കാൻ തുടങ്ങി, ശുദ്ധമായി പറയാൻ തുടങ്ങി, ശുദ്ധ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ആത്മാവ് തിളക്കമുള്ളതായി,
ആത്മാവ് വിളക്കമുള്ളതായി. പരിപൂർണ ശോഭ മനസ്സിനെ കടന്ന് ശരീരത്തിലേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ മനസ്സിനൊന്നും പ്രവർത്തിക്കാനില്ലാതായി. അതാണ് പറഞ്ഞത്, അറിവറ്റ അറിവു വേണം, മനസ്സറ്റ കർമ്മം വേണം. പലരിലും ഞായറാഴ്ച രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ അപ്പോ നിയമപുസ്തകത്തിലെ ആ വാചകം ഓർക്കും. ഞായറാഴ്ച ആരാധനയല്ലാതെ മറ്റൊരു കർമ്മങ്ങളിലും ഏർപ്പെടാൻ പാടുള്ളതല്ല. അയ്യോ, ഇന്ന് ആശ്രമത്തിൽ പോകണമല്ലോ. ആ തോന്നൽ ആരുടെയാണ്? ഗുരു അറിയിച്ച അറിവ് ആത്മാവിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. അപ്പോഴാണ് അതിലത്തെ ഒരു കൂട്ടുകാരനോട് ഇത് പോണ്ടേ, നമുക്ക് അവിടെ പോണ്ടേ? അപ്പോ അതങ്ങ് മറന്നു. ഏത്? ആത്മാവ് അറിയിച്ച അറിവങ്ങ് മറച്ചു. അപ്പോഴവന്റെ കൂടെ പോയി. അപ്പൊ ആരാധന എന്ത് ചെയ്യും? ആ മനസ്സ് കൊണ്ടുപോയി. ആ മനസ്സിന്റെ ജൽപ്പനങ്ങൾ കൊണ്ടുപോയി. ജൽപ്പനങ്ങൾ കൊണ്ട് കൂട്ടുകാരന്റെ ആ ഏഷണിക്കൊത്തങ്ങ് പ്രവർത്തിച്ചു. അവന്റെ ഉപദേശം സ്വീകരിച്ചു. അവന്റെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചു. ആത്മാവിന്റെ സുഖം ലഭിക്കാതെ പോയി. ഇതുപോലെ അവതാരമായി വന്ന് ഗുരുനാഥൻ അറിയിച്ച അറിവുകൾ ആത്മാവിൽ നിന്നുകൊണ്ട് ഇപ്രകാരമുള്ള കൽപ്പനകൾ ആത്മാവിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് ദാനം ചെയ്യുമ്പോൾ ഈ ബാഹ്യലോകത്തിലെ ചലനങ്ങളും ബാഹ്യലോകത്തിലെ ബന്ധങ്ങളും ശരീരത്തിന്റെ ഇഷ്ടങ്ങളും ഒക്കെ ഈ കൽപ്പനകളെ മറികടന്ന് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് മനുഷ്യനുള്ളത്. ആ ഈശ്വരൻ ഉൾക്കാമ്പിൽ ഇരുന്നു കൊണ്ട് കൽപ്പിക്കുന്ന കൽപ്പനകളെ അങ്ങ് മറികടക്കുകയാണ്. അതിനെ മറച്ചു കളയുകയാണ്. അത് സ്വീകരിക്കുന്നില്ല. അങ്ങനെ പലപ്പോഴായി തരുന്ന കൽപ്പനകളെ മറികടന്ന് നീ ജീവിതം ചെയ്യുമ്പോൾ ഗുരുനാഥൻ അറിയിച്ച അറിവിനെയാണ് നീ മറയ്ക്കുന്നത്. ആ ആത്മാവിനെയാണ് നീ മറയ്ക്കുന്നത്. നീ മനസ്സിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം ചെയ്തു. ശരീരത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം ചെയ്തു. ആത്മാവിന്റെ ആഹാരം നീ കരുതിയില്ല. ആത്മാവിന്റെ ആഹാരം എന്താണ്? ആത്മാവിന്റെ നഷ്ടപ്പെടുത്തിയത്. ആ ആനന്ദം നഷ്ടപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? തരാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും കർമ്മത്തിൽ നിന്ന് ലഭിക്കുന്നതുമല്ല. ആനന്ദസ്വരൂപനായ ഈശ്വരൻ അവതാരമായി വന്നിരുന്നു കൊണ്ട് അറിയിക്കുന്ന അറിവുകൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ആത്മാവിൽ ആനന്ദസ്വരൂപൻ ദാനം ചെയ്യുന്നതാണ് ആനന്ദം. സ്വീകരിച്ച് ആ അറിവിൽ കൂടി ജീവിക്കുന്ന ആത്മാവിൽ ദാനം ചെയ്യുന്നതാണ് ആനന്ദം. അങ്ങനെ ആനന്ദം ദാനം ചെയ്യുവാൻ അവതാരമായി
Oh
ഗാത്രക്ഷേത്രത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഗാത്രക്ഷേത്രത്തിൽ വസിക്കുന്ന ആത്മാവിനെ പരിപൂർണമാക്കി വേദം തെളിയിച്ച് ബോധരൂപമാക്കി ശുഭാനന്ദ രൂപമാക്കി തീർക്കുവാൻ സർവശക്തിതാ പ്രത്യക്ഷമായ ലോകത്തിൽ അറിഞ്ഞറിഞ്ഞാരാധിച്ച് ഈ രൂപം ആത്മാവിന്റെ രൂപമാക്കി തീർക്കുക. ആത്മനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുക. അണുവിട തെറ്റാത്ത നിയമപാലനത്തിൽ കൂടി മാത്രമേ ഈ ബോധം ആത്മാവിൽ ഭവിക്കുകയുള്ളൂ. ആത്മനാഥൻ ആനന്ദിക്കുകയുള്ളൂ. ആത്മമോക്ഷം ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ജീവിക്കുക. സത്യസന്ധമായി നിയമപാലനത്തോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുക. ആത്മനാഥൻ നിങ്ങളിൽ വാഴുമാറാകട്ടെ. നമ്മുടെ ധാരാസ്തുതിയുടെ പരിശുദ്ധമായ വ്രതം നടക്കുന്ന സന്ദർഭമാണ്. അനേകം സന്താനങ്ങൾ അനേകം ഇടങ്ങളിൽ നിന്ന് ധാരാസ്തുതിയിൽ പങ്കെടുക്കണമെന്നുള്ള അത്യാർത്ഥിയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് കഴിയുകയാണ്. എന്നാൽ ലോകത്തിൽ ഇപ്രകാരം ഒരു മാരക രോഗം വന്ന് പിടിപെടുകയും അത് ഒരു പ്രത്യേക മൂർധന്യാവസ്ഥയിൽ നിലകൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് ലോക നിയമങ്ങൾ കൂട്ടം കൂടി ആരാധിക്കുന്നതിനും കൂട്ടം കൂടി താമസിക്കുന്നതിനും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ അരിമ കുഞ്ഞുങ്ങൾ എത്രമാത്രം സങ്കടത്തോടുകൂടിയാണ് ഭവനങ്ങൾ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ അറിയിപ്പ് സ്വീകരിച്ച് നിങ്ങൾ ഓരോരുത്തരും അനുസരിച്ചാൽ ഈ സന്നിധാനത്തിൽ മഹാദേവി ദേവന്മാരും ദൂതപരിവാരങ്ങളും ഭക്തസന്താനങ്ങളും സന്യാസ പരമ്പരകളും എഴുന്നള്ളി നിന്നുകൊണ്ട് മഹാശക്തിയുടെ ദിവ്യമായ സാന്നിധ്യത്തിൽ മഹാധ്യക്ഷതയിൽ മഹാകാരുണ്യത്തിൽ ശക്തി വൈഭവങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉന്നതമായി നടത്തപ്പെടുന്ന മഹാധാരാസ്തുതിയുടെ ഓരോ നിമിഷവുമുള്ള ആനന്ദാവസ്ഥ ഇങ്ങോട്ട് ആശ്രയിച്ചുകൊണ്ട് കൃത്യമായി വ്രതമെടുത്ത് ഭവനങ്ങളിൽ കഴിയുന്ന സർവ ആത്മാക്കളിലേക്കും ഭവിപ്പിക്കുവാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുകയാണ്. നാടുതോറും വീടുതോറും ധാരാസ്തുതി നടത്തപ്പെടട്ടെ. ആ ആനന്ദത്തിൽ ലോകം നിറയട്ടെ. മഹാമാരി ഒഴിവായി പോകട്ടെ. ലോകം രക്ഷ പ്രാപിക്കട്ടെ. അത് കഴിഞ്ഞ് വളരെ വിശേഷപ്പെട്ടതും വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന എന്റെ ഭക്തസന്താനങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നിയമിച്ച ഉത്രാട പൂജയും ഓണക്കാഴ്ചയും എന്ന നിയമമാണ്. വളരെയേറെ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. എന്നാൽ പോലും കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന നിയമം നിലവിൽ നിൽക്കെ, കാരണം കേരളത്തിന്റെ പ്രഥമപ്രധാനമായ ഒരു ഉത്സവമാണ് ഓണം. എത്ര ദാരിദ്ര്യം അനുഭവിക്കുന്നവർ വന്ന് സ്വന്തം വീട്ടിൽ ആഹാരം ഒരുങ്ങി ഉണ്ണണമെന്നാണ് നിയമം. അതാണ് അതിന്റെ നിയമം. ആ നിയമം അനുസരിച്ച് അവരവരുടെ കഴിവനുസരിച്ച് എന്തായാലും ഓണം ഒരുങ്ങും. അതിൽ നിന്ന് അല്പാൽപമായി എടുത്ത് ഉത്രാടം നക്ഷത്ര ദിനത്തിൽ തിരുവോണത്തിന്റെ തലേന്നാൾ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് ഒരു ഇലയിട്ട് അല്ലെങ്കിൽ ശുദ്ധമായ ഒരു പാത്രത്തിൽ അരിയും പച്ചക്കറിയും നാളികേരവും അതിന്റെ കൂടെ ഒരു ദക്ഷിണയും വെച്ച് ഗുരുനാഥൻ
തന്റെ ശിഷ്യരോടൊപ്പം എന്റെ ഭവനത്തിലേക്ക് ഇതാ വരുന്നുവെന്ന് ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം സ്വീകരിച്ച് എന്റെ ദാരിദ്ര്യം നീക്കി എനിക്ക് സർവൈശ്വര്യം ദാനം ചെയ്യുവാൻ അനുഗ്രഹിക്കുവാൻ എന്റെ ഉടമസ്ഥൻ തന്റെ ശിഷ്യരോടൊപ്പം ഇതാ എന്റെ ഭവനത്തിലേക്ക് ഇന്ന് കൃത്യമായി എത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഒരുക്കി വെച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഉത്രാടം നാൾ മുതൽ ഈ സമയം വരെ അടിയങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന് അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് ആവത്തനർത്ഥങ്ങൾ പെടുത്താതെ കാത്തുരക്ഷിച്ച് മഹാശക്തിയെ കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സമയം മുതൽ അടുത്ത ഉത്രാടം വരെ അടിയങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതിയിൽ കൂടി മഹാശക്തി ദാനം ചെയ്യുമാറാകണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ മഹാശക്തി അവിടേക്ക് എഴുന്നള്ളും. നിങ്ങളുടെ ഒരുക്കങ്ങൾ സ്വീകരിക്കാൻ, നിങ്ങളുടെ സവിശേഷമായതെല്ലാം സ്വീകരിക്കാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളുടെ സന്തതി പരമ്പരകളെ അനുഗ്രഹിക്കാൻ മഹാശക്തി എഴുന്നള്ളും. അതിനുവേണ്ടി കാത്തിരിക്കുക. അഖിലേശ്വര എന്നെ അനുഗ്രഹിപ്പാൻ വീടും പരിസരവും എല്ലാം ശുദ്ധിയാക്കി എല്ലാം ഒരുക്കി പ്രകാരം പൂജാമുറിയിൽ കീർത്തനങ്ങൾ ആലപിച്ച് ദക്ഷിണ വെച്ച് സർവശക്തിയുടെ എഴുന്നള്ളത്തിനായി കാത്തിരിക്കുക. എല്ലാ ഭവനങ്ങളിലും ഒന്നുപോലും വിടാതെ എല്ലാ ഭവനങ്ങളിലും എഴുന്നള്ളുവാനും ദർശിക്കുവാനും അനുഗ്രഹിക്കുവാനും കരുണാനിധി കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ മഹാഗോപുരത്തെ ഏറ്റവും വേഗം പൂർത്തീകരിക്കുവാൻ എല്ലാവരും ആശിച്ച് പ്രാർത്ഥിക്കുകയാണ്, സങ്കല്പിക്കുകയാണ്. എല്ലാം ശക്തമായി തന്നെ നടത്തപ്പെടട്ടെ. മനോഹരമായ നിലയിൽ അതിനെ പൂർത്തീകരിച്ച് ലോകമുൻപാകെ അവതരിപ്പിച്ച് എന്റെ ഗുരുനാഥൻ ദൈവമാണെന്ന അഭിമാനത്തോടുകൂടി നമുക്ക്
പറയുവാൻ തക്ക വിധത്തിൽ എന്റെ പിതാവിന്റെ ദൈവമാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും. ആ മഹാഗോപുരം ഉയർന്ന് പ്രശോഭിച്ച് നിലകൊള്ളുമാറാകട്ടെ. ഉയർന്ന വലിയ സ്ഥിതി കാണുമാറാകട്ടെ. എല്ലാ കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും ഉന്നതമായ വിധത്തിൽ